പോപ്പുലേഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. During the second half of the 20th century, unprecedented rates of growth roughly doubled world population, tripled world agricultural production, and quadrupled world GDP and energy use. 20th സെഞ്ച്വറിയിലെ പകുതി കാലഘട്ടം മുതൽ നമ്മുടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഡബിളായിക്കൊണ്ടിരിക്കുകയാണ്, ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? ട്രിപ്പിൾ ചെയ്തു, 3 മടങ്ങാക്കി. ആൻഡ് കോൺട്രാപ്പിൾഡ് എന്ന 4 മടങ്ങാക്കുക. വേൾഡ് GDP ആൻഡ് എനർജി യൂസും വേൾഡ് GDP ഒക്കെ എന്ത് ചെയ്തു? 4 മടങ്ങാക്കിയിട്ട് ഇൻക്രീസ് ചെയ്തു. കണ്ടിന്യൂയിങ് പോപ്പുലേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് വിൽ എക്സേർട്ട് ഗ്രേറ്റർ ഡിമാൻഡ്സ് ഓൺ റിസോഴ്സ് ആൻഡ് ദി എൻവയോൺമെൻറ്റ്. പോപ്പുലേഷൻ അതുപോലെ എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് റിസോഴ്സസിനെ അതുപോലെ കൂടുതൽ എൻവയോൺമെൻറ്റ് എന്നുള്ള കാര്യത്തിനൊക്കെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ ഇങ്ങനെ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസോഴ്സസും ഒരുപാട് വേണ്ടി വരും. ദ ഇമ്പാക്ട്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓൺ എൻവയോൺമെൻറ്റ് ആർ സീൻ പ്രൈമർലി ത്രൂ ദ യൂസ് ആൻഡ് ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ആർ ജനറലി അസോസിയേറ്റഡ് വിത്ത് ദ എൻവയോൺമെൻറ്റ് പ്രോബ്ലം സച്ച് ആസ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. ജനങ്ങളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് എൻവയോൺമെൻറ്റൽ പ്രോബ്ലത്തിന് കാരണമാകുന്നുണ്ട് അല്ലേ. അതായത് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, ഇൻക്രീസ്ഡ് പ്രഷർ ഓൺ ആരബിൾ ലാൻഡ് ആൻഡ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യങ്ങൾ നഷ്ടമാകുക, ആരബിൾ ലാൻഡ് എന്ന് പറയുന്ന നമുക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പ്രഷർ. The major effects and concerns of increased population on the environment may be summarized as follows. എന്തൊക്കെയാണ് ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻക്രീസിങ് പോപ്പുലേഷൻ കോസസ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ബിക്കോസ് ഇറ്റ് കോസസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് ഫോറസ്റ്റ്, വാട്ടർ, ഫിഷറീസ് ആൻഡ് മിനറൽസ് അറ്റ് എ റേറ്റ് ഫാർ ഗ്രേറ്റർ ദാൻ ദെയർ കപ്പാസിറ്റി ടു ജനറേറ്റ്. പോപ്പുലേഷൻ വർദ്ധിച്ചാൽ എന്താണ്? ഫോറസ്റ്റിനെ അതുപോലെ വാട്ടർ, ഫിഷറീസ്, മിനറൽസൊക്കെ ഏറ്റവും കൂടുതൽ രീതിയിൽ എന്ത് ചെയ്യും? എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും ഫാസ്റ്റർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കുറയുന്നതിന് കാരണമാകും. രണ്ടാമത്തേത്, ദ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ആൻഡ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഫോറസ്റ്റ് വിൽ എൻഡേഞ്ചർ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ഇൻ ദ കൺട്രി. ലാൻഡും അതുപോലെ വാട്ടർ റിസോഴ്സസും ഒക്കെ ഓവറായിട്ട് നമ്മൾ ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ ബയോഡൈവേഴ്സിറ്റി ഒക്കെ നഷ്ടമാവുകയാണെന്നുണ്ടെങ്കിലും അത് അഗ്രികൾച്ചറിനെയും അതുപോലെ ഫുഡ് സെക്യൂരിറ്റിയെയും ഒക്കെ ബാധിക്കും. മൂന്നാമത്തേത് എന്താണ്? ദ റാപ്പിഡ്ലി ഇൻക്രീസിങ് പോപ്പുലേഷൻ വിൽ ലീഡ് ടു ദ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ആരബിൾ ലാൻഡ് ആൻഡ് കമ്പൽസ് പീപ്പിൾ ടു കൾട്ടിവേറ്റ് മോർ ഇൻറ്റൻസീവ്ലി ബൈ യൂസിങ് കെമിക്കൽ ഇൻപുട്സ് സച്ച് ആസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് വിച്ച് കോസ് സോയിൽ ക്വാളിറ്റി ഡീഗ്രഡേഷൻ. പോപ്പുലേഷൻ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫുഡ് വേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിക്കും. അത് സോയിൽ ക്വാളിറ്റി ഡീഗ്രഡേഷനിലേക്ക് നയിക്കും. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത എന്ത് ചെയ്യും? നശിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തേത്, വിത്ത് ഗ്രോയിങ് പോപ്പുലേഷൻ ആൻഡ് ഷോർട്ടേജ് ഓഫ് കൾട്ടിവബിൾ ലാൻഡ് ദ പുവർ പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു എൻക്രോച്ച് അപ്പോൺ ലാർജ് റിമോട്ട് ഏരിയാസ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് ടു മേക്ക് ദെയർ ലൈവ്ലിഹുഡ്. പോപ്പുലേഷൻ വർദ്ധിച്ചാൽ അതേപോലെ കൾട്ടിവബിൾ ലാൻഡ്, കൃഷി ചെയ്യാനുള്ള ലാൻഡ് കുറഞ്ഞാലും പാവപ്പെട്ട ജനങ്ങൾ റിമോട്ട് ഏരിയാസിലേക്ക് പോകേണ്ടി വരും, ഫോറസ്റ്റിലേക്കൊക്കെ പോകേണ്ടി വരും. അവർക്ക് അവരുടേതായിട്ടുള്ള ലൈവ്ലിഹുഡ് നേടിയെടുക്കേണ്ടതായിട്ട് വരും. ദ കൾട്ടിവേഷൻ ഓൺ ഫ്രാഗൈൽ ലാൻഡ്സ് ഓൺ ഹിൽസ് ആൻഡ് മൗണ്ടൻസ് റിസൾട്ട് ഇൻ ലാർജ് സ്കെയിൽ സോയിൽ ഇറോഷൻ. ഏതെങ്കിലും ഹിൽസിലോ കുന്നിലോ മൗണ്ടൻസിലൊക്കെ കൃഷി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് മണ്ണൊലിപ്പിനും കാരണമാകും. അഞ്ചാമത്തേത്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ത്രൂ ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ഡിഫോറസ്റ്റേഷൻ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് കോസസ് സിവിയർ എയർ പൊല്യൂഷൻ. പോപ്പുലേഷൻ വർദ്ധിച്ചാൽ ഡിഫോറസ്റ്റേഷനിലേക്ക് നയിക്കുന്നു. ഡിഫോറസ്റ്റേഷൻ ഉണ്ടായാൽ കാർബൺ ഡയോക്സൈഡ് എമിഷനും അതേപോലെ എയർ പൊല്യൂഷനും ഉണ്ടാവും. ആറാമത്തേത്, ദ ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ, ദ ആബ്സെൻസ് ഓഫ് ആഡ്വക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വിൽ ലീഡ് ടു ദി എമർജൻസ് ഓഫ് സ്ലംസ് വിത്ത് പുവർ സാനിറ്റേഷൻ വിച്ച് വിൽ ഫർദർ എക്സ്പോസ് ദി വൾണറബിലിറ്റി ഓഫ് പീപ്പിൾ ടു സെവറൽ ഡിസീസസ്. അർബൻ പോപ്പുലേഷൻ നഗരപ്രദേശങ്ങളിൽ ജനങ്ങൾ വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ അവർ സ്ലം എന്ന് പറഞ്ഞാൽ ചേരികളായിട്ട് തിരിയേണ്ടി വരും. അപ്പോൾ അവർക്ക് ആവശ്യപരമായിട്ടുള്ള സാനിറ്റേഷൻ ഫെസിലിറ്റീസോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കൂടുതൽ
ഡിസീസിലേക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും. So the seventh is land degradation accelerates the process of impoverishment because the poor people depend directly on the exploitation of nature resources on which property rights are not properly assigned. Property rights ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട ആളുകൾ ഉണ്ടാവില്ല. അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് ഭൂമി നഷ്ടമായാൽ അവരെന്ത് ചെയ്യും? ദാരിദ്ര്യ രീതിയിലേക്ക് ഇമ്പോവറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യവൽക്കരണം കേട്ടോ, ദരിദ്രമായിട്ട് മാറും. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ്ലി എക്സ്പ്ലോയിറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭൂമി നഷ്ടമായാൽ അവരെന്ത് ചെയ്യും? ദരിദ്രരായിട്ട് മാറും. എട്ടാമത്തേത്, though a large number of people earn a good deal of their livelihood from the unmarketed natural resources, degradation and loss of environment and natural resources may harm the poor and result in the perpetuation of their property. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, കുറേ ആളുകൾ നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അത് അൺമാർക്കറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? It will lead to the degradation and loss of environment. Natural resources may harm the poor and result in perpetuation of their property. അവർക്കത് നഷ്ടമാകുമ്പോൾ അവർ പോവർട്ടിയിലേക്ക് നയിക്കും. ഓക്കെ, കുറേ ആളുകൾ അൺമാർക്കറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാകും. എൻവയോൺമെൻറ്റും അതുപോലെ നാച്ചുറൽ റിസോഴ്സസൊക്കെ നഷ്ടമാകുമ്പോൾ അവർ പോവർട്ടിയിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Thus, it can be observed that it is the poor whose lives and livelihood depend directly on land, water, sea and forest suffer most from the consequences of increasing population and the resultant environmental degradation. അപ്പോൾ പാവപ്പെട്ട ആളുകൾ ഡയറക്റ്റായിട്ട് ലാൻഡിലും വാട്ടറിലും സീയിലും അതുപോലെ ഫോറസ്റ്റിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ പോവർട്ടിയിലേക്ക് തള്ളപ്പെടും. പോപ്പുലേഷൻ വർദ്ധിച്ചാൽ അതാണ് ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവം. Therefore, the steps to protect the environment from destruction and degradation must be accompanied by the measure to eradicate the poverty of people who depend largely on natural resources for their livelihood. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം വരുമ്പോൾ നമ്മൾ വേറെ കുറച്ച് മെഷേഴ്സും കൂടെ എടുക്കാനുണ്ട്. എന്താണ്? eradicate poverty of the people who depend largely on natural resources. Sound environment policies are needed that attempt to conserve the natural resources and help the poor to use them judiciously so that land is not degraded and forest cover is not destroyed. കുറേ എൻവയോൺമെൻറ്റൽ പോളിസീസ് എടുക്കുന്ന അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു സംഭവം കൂടെ എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. Adequate and appropriate steps should be taken to make the reform measures and strategies clean and environment friendly. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സുകളും മെഷേഴ്സൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. എൻവയോൺമെൻറ്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സൊക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾ കൂടിയാൽ എൻവയോൺമെൻറ്റിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിനി പറയുന്നത് അർബനൈസേഷൻ ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. അർബനൈസേഷൻ റെഫേഴ്സ് ടു ജനറൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആൻഡ് എമൗണ്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് എ സെറ്റിൽമെൻറ്റ്. ഒരു പ്രത്യേക സ്ഥലത്ത് പോപ്പുലേഷൻ വർദ്ധിക്കുകയും അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ വർദ്ധിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻക്രീസ് ഇൻ ദി നമ്പർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് സിറ്റീസ്. അതായത് സിറ്റീസ് വ്യാപിക്കുക അല്ലെങ്കിൽ സിറ്റീസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് സിംബോളൈസസ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം റൂറൽ ടു അർബൺ ഏരിയാസ്. ഇവിടെ ജനങ്ങൾ റൂറൽ ഏരിയാസിൽ നിന്ന് എന്ത് ചെയ്യും? അർബൺ ഏരിയാസിലേക്ക് മാറിപ്പോകും. താമസിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൂടിയ സ്ഥലം നോക്കിയിട്ടോ ഒക്കെ റൂറൽ ഏരിയാസിൽ നിന്ന് എന്ത് ചെയ്യും? അർബൺ ഏരിയാസ് എന്നുള്ള ആ സെറ്റിൽമെൻറ്റിലേക്ക് ജനങ്ങൾ പോകും. Urbanization happens because of the increase in the extent and density of urban areas. Urbanization നടക്കുന്നത് അർബൺ ഏരിയാസ് വ്യാപിച്ചതിനാലും അതേപോലെ അതിൻ്റെ സാന്ദ്രത കൂടിയതിനനുസരിച്ചിട്ടാണ് അർബനൈസേഷൻ നടക്കുന്നത്. ഓക്കെ,
Due to uncontrolled urbanization in India, environmental degradation has been occurring very rapidly and causing many problems like land insecurity, worsening water quality, excessive air pollution, noise and problems of waste disposal. ഇന്ത്യയിലൊക്കെ അർബനൈസേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻസ് ഒരുപാടുണ്ട്. കുറേ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലാൻഡ് ഇൻസെക്യൂരിറ്റി, വേഴ്സണിങ് വാട്ടർ ക്വാളിറ്റി, എക്സസീവ് എയർ പൊല്യൂഷൻ, noise and the problems of waste disposal. Okay. The major effects and concerns of urbanization on the environment may be summarized as follows. എന്തൊക്കെയാണ്? The first one, people who live in urban areas have different consumption patterns than residents in rural areas. They consume much more food, energy and durable goods than rural populations and will definitely have adverse environmental repercussions. അർബൻ ഏരിയാസിൽ താമസിക്കുന്ന ആളുകളും അതുപോലെ റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന ആളുകളൊക്കെ കൺസംഷൻ പാറ്റേണിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും? കൂടുതലായിട്ട് ഫുഡ് വാങ്ങും, എനർജി കൺസ്യൂം ചെയ്യും, അതേപോലെ ഡ്യൂറബിൾ ഗുഡ്സൊക്കെ കൺസ്യൂം ചെയ്യും. അത് എൻവയോൺമെൻറ്റിന് നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാക്കും. രണ്ടാമത്തേത്, അർബനൈസേഷൻ ഓഫ് ദി വേൾഡ്സ് പോപ്പുലേഷൻ വിൽ ഇൻക്രീസ് ആഗ്രിഗേറ്റ് എനർജി യൂസ് ഡെസ്പൈറ്റ് ഇറ്റ്സ് എഫിഷ്യൻസീസ് ആൻഡ് ന്യൂ ടെക്നോളജീസ്. വേൾഡ് പോപ്പുലേഷനിൽ നാഗരികത എന്നുള്ളൊരു പ്രവണത വരികയാണെന്നുണ്ടെങ്കിൽ എനർജി യൂസ് അതേപോലെ ന്യൂ ടെക്നോളജീസ് ഒക്കെ ആവശ്യമായിട്ട് വരും. എനർജി കൺസംപ്ഷൻ ഫോർ ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, കുക്കിംഗ് ആൻഡ് ഹീറ്റിംഗ് ഈസ് മച്ച് ഹയർ ഇൻ അർബൻ ഏരിയാസ് ദാൻ റൂറൽ വില്ലേജസ്. അപ്പോൾ അർബൻ ഏരിയാസിൽ താമസിക്കുന്നവർക്ക് പുതിയ ടെക്നോളജികളും അതുപോലെ എനർജി യൂസൊക്കെ ആവശ്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇലക്ട്രിസിറ്റിയും ട്രാൻസ്പോർട്ടേഷനും കുക്കിങ്ങും ഹീറ്റിങ്ങും ഒക്കെ നടക്കും. റൂറൽ വില്ലേജസിനേക്കാളും കൂടുതൽ അവിടെ ആയിരിക്കും അർബൻ ഏരിയാസിൽ. മൂന്നാമത്തേത്, ദ ഇൻക്രീസ്ഡ് കൺസംപ്ഷൻ ഓഫ് എനർജി ക്രിയേറ്റ്സ് ഹീറ്റ് ഐലൻഡ്സ് ദാറ്റ് ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ ലോക്കൽ വെതർ പാറ്റേൺ. കുറേ എനർജി കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ഐലൻഡ്സ് തന്നെ ഉണ്ടാകും. ദാറ്റ് ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ ലോക്കൽ വെതർ പാറ്റേൺ. അത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കും. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ദ്വീപാണ് കേട്ടോ. ഹീറ്റ് ഐലൻഡ്. സിറ്റീസ് ആർ ബിക്കമിങ് വാമർ ദാൻ റൂറൽ ഏരിയാസ് ആൻഡ് ദ ഹീറ്റ് ഐലൻഡ്സ് ബിക്കം ട്രാപ്സ് ഫോർ അറ്റ്മോസ്ഫിയറിക് പൊളൂട്ടൻസ്. അപ്പോൾ ഈ ഹീറ്റ് ഐലൻഡ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പൊളൂട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഹീറ്റ് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റൂറൽ ഏരിയാസിനേക്കാളും കൂടുതൽ സിറ്റീസിൽ വാമിങ് നടക്കുകയാണ്. നാലാമത്തേത്, മെറ്റീരിയൽസ് ലൈക്ക് കോൺക്രീറ്റ് ആൻഡ് ബ്രിക്സ് absorb and reflect energy differently than vegetation and soil, and hence cities remain warm in the night when the countryside has already cooled. So നാലാമത്തേത്, മെറ്റീരിയൽസ് ലൈക്ക് കോൺക്രീറ്റ് ആൻഡ് ബ്രിക്സ് അബ്സോർബ് ആൻഡ് റിഫ്ലക്ട് എനർജി ഡിഫറെൻ്റ്ലി ദാൻ വെജിറ്റേഷൻ ആൻഡ് സോയിൽ ആൻഡ് ഹെൻസ് സിറ്റീസ് റിമെയിൻ വാം ഇൻ ദി നൈറ്റ് വെൻ ദ കൺട്രി സൈഡ് ഹാസ് ഓൾറെഡി കൂൾഡ്. കോൺക്രീറ്റും അതുപോലെ അല്ലെങ്കിൽ കട്ടകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി അത് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യും. മണ്ണിനേക്കാളും അതേപോലെ വെജിറ്റേഷനേക്കാളൊക്കെ എനർജി കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നൈറ്റിൽ എന്ത് ചെയ്യും? ചൂടിങ്ങനെ തിങ്ങി നിൽക്കുന്ന പോലെ തോന്നും. ഓക്കെ. അഞ്ചാമത്തേത്, അർബനൈസേഷൻ അഫക്ട്സ് ദി ബ്രോഡർ റീജിയണൽ എൻവയോൺമെൻറ്റ്സ്. Regions downwind from large industrial complexes also see increases in the amount of precipitation and air pollution. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയാസിലും എന്തുണ്ടാവും? അതേപോലെ എയർ പൊല്യൂഷൻ ഉണ്ടാവും. നഗരം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലി ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ നഗരപ്രദേശങ്ങളിലായിരിക്കും. അത് എയർ പൊല്യൂഷനിലും പ്രസിപ്പിറ്റേഷനും ഒക്കെ നയിക്കും. Human activities release a wide range of emissions into the environment, including carbon dioxide, carbon monoxide, ozone, sulfur oxide, nitrogen oxide, lead, and many other pollutants, all result in serious environmental pollution and degradation. Human activities എൻവയോൺമെൻറ്റിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എമിഷൻ എന്ന പുറന്തള്ളുന്നുണ്ട്. എന്തൊക്കെയാണ് വാതകങ്ങളല്ലേ? കാർബൺ മോണോക്സൈഡ്, ഓസോൺ, സൾഫർ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ലെഡ് ആൻഡ് മെനി അതർ പൊളൂട്ടൻസ്.
അതൊക്കെ എൻവയോൺമെൻറ്റൽ പൊള്യൂഷന് കാരണമാവും. 7ാമത്തേത് cities often receive more rain than the surrounding countryside since dust can provoke the condensation of water vapor into rain droplets and thus leads to changes in the pattern of precipitation. Precipitation എന്ന് പറഞ്ഞാൽ മഴ കേട്ടോ, മഴ പെയ്യുക. ഇപ്പോൾ സിറ്റീസിൽ നമുക്ക് പറയാം റെയിൻ കൂടുതലാണെന്ന്, കൺട്രി സൈഡിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ റൂറൽ ഏരിയാസിനേക്കാളും കൂടുതൽ മഴ കൂടുതലുള്ളത് സിറ്റീസിലാണ്. എന്തുകൊണ്ടാണ്? ഈ പൊടിപടലങ്ങളൊക്കെ വെള്ളം ബാഷ്പീകരണം വഴി എന്ത് ചെയ്യും, മഴയായിട്ട് പെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അത് പ്രസിപ്പിറ്റേഷൻ എന്ന മഴ പെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും, മഴ എന്നുള്ള രീതിയിൽ തന്നെ മാറ്റം വരുത്തും. അതാണ് 7ാമത്തേത്. ഇനി 8ാമത്തേത് അർബൻ ഏരിയാസ് അഫക്റ്റ് നോട്ട് ഓൺലി ദ വെതർ പാറ്റേൺ ബട്ട് ഓൾസോ ദി റൺ ഓഫ് പാറ്റേൺസ് ഫോർ വാട്ടർ. അർബൻ ഏരിയാസ് വെതർ പാറ്റേണിനെ മാത്രമല്ല ഈ വെള്ളം ഒഴുകുന്ന രീതിയെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? കൂടുതൽ അർബൻ ഏരിയാസിൽ മഴ പെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൽ വാട്ടർ താഴേക്ക് ഇറങ്ങാത്തതുകൊണ്ട് തന്നെ വാട്ടർ ടേബിളിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വാട്ടർ ടേബിൾ എന്നാൽ ഭൂമിക്കടിയിലുള്ള വെള്ളം എന്താണ്, കുറയാണ്. അത് കെട്ടി നിന്ന് ഇറങ്ങി താഴേക്ക് പോകുന്നില്ലല്ലോ, അത് ഒലിച്ചു പോകുന്നതുകൊണ്ട് തന്നെ വാട്ടർ ടേബിളിൽ കുറവാകുകയാണ്. ദിസ് മീൻസ് ദാറ്റ് റൺ ഓഫ് ഒക്കേഴ്സ് മോർ റാപ്പിഡ്ലി വിത്ത് ഗ്രേറ്റർ പീക്ക് ഫ്ലോസ്. വെള്ളം ഏറ്റവും ശക്തമായ രീതിയിൽ ഒഴുകി പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, വാട്ടർ ടേബിളിൽ കുറവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡ്രോട്ടും ഉണ്ടാവും. ഇതാണ് 8th point. Okay. Many of the effects of urban areas on the environment are not necessarily linear. Bigger urban areas do not always create more environmental problems and small urban areas can cause large problems. Bigger urban areasനേക്കാളും കൂടുതൽ small urban areas ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. Much of what determines the extent of the environmental impacts is how the urban populations behave, their consumption and living patterns, not just how large they are. അപ്പോൾ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊള്യൂഷനും കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. Urbanization tends to go hand in hand with economic growth. Addressing the challenges of urbanization is essential for designing effective policies that deliver environmental outcomes and help the economy achieve sustained and durable economic growth. ഇപ്പോൾ ഈ അർബനൈസേഷനും എക്കണോമിക് ഗ്രോത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ അർബനൈസേഷനൊക്കെ ഉണ്ടായാൽ അതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന് വേണ്ടിയിട്ട് കുറേ പോളിസീസും പ്രോഗ്രാംസും നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. The role of environmental policy here is to make sure that the natural resources are consumed efficiently and at a sustainable rate. Environmental policies-യുടെ ഇവിടെ റോൾ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കണം. Respecting the potential critical threshold so as to increase the prosperity and well-being, not just greater incomes but improved quality of life for the present as well as future generation. അപ്പോൾ ഇത്തരത്തിലുള്ള പോളിസീസൊക്കെ ഉണ്ടാക്കുന്നത് വഴി നമുക്ക് നല്ല രീതിയിലുള്ള വെൽബീയിങ്, നല്ല രീതിയിലുള്ള ജീവിക്കാനും അതേപോലെ പ്രോസ്പെരിറ്റി ഉണ്ടാവണം. നമുക്ക് കൂടുതൽ ഇൻകം ഉണ്ടാവുക എന്നുള്ളതല്ല, അതിന് പുറമെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജനറേഷനായാലും അതുപോലെ ഫ്യൂച്ചർ ജനറേഷനൊക്കെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ലൈഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അർബനൈസേഷൻ ആൻഡ് എൻവയോൺമെൻറ്റിൽ ഓർത്ത് വെക്കുക. ഓക്കെ.